ഹായ് ഹലോ കോട്ടക്കൽ വ്ളോഗിൽ നിന്നും റുബീനയാണ് കേട്ടോ. ഇന്നൊരു വീഡിയോ നമ്മൾ ഈദ് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ്. ഈദിൻ്റെ അന്ന് നൈറ്റിൽ ഇവർ ഉംറക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അങ്ങളെയും മോളൊക്കെ ആയിട്ട്. പിന്നെ മൂത്ത ബ്രദറ് നമ്മൾ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെത്തിയപ്പോഴേക്കും രാവിലെ 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങിയതിന് ശേഷം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് മദീനത്തേക്കാണ്. അപ്പോൾ മദീനത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. പോകുന്ന സമയത്തുള്ള വിശേഷങ്ങളും പിന്നെ അവിടെ എത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് പാർട്ട് 1 വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം പറഞ്ഞ സമയത്തേക്ക് എത്തിയില്ലെങ്കിലും എന്നാലും മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞ് ഇവിടെ ജിദ്ദയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് പോകുന്നത് നാത്തൂൻ്റെ ആങ്ങളുണ്ട് കേട്ടോ ഇവിടെ അൽബൈക്കിൽ. അവനെ കാണും ചെയ്യാം, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തിരിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവനൊക്കെ കണ്ട് കുറച്ച് പേരൊക്കെ സംസാരിച്ച്, പിന്നെ കൂടുതൽ ടൈം അവിടെ നിന്നിട്ടില്ല, ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തിരിക്കാനിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് ആമീർ ഫവാസ്ക്കാണ്. അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ചിക്കബക്ക് പോകാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരെ മദീന പിടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആമീർ ഫവാസിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്, ചിക്ബക്ക്. ജിദ്ദയിൽ ഫസ്റ്റ് ഔട്ട്ലെറ്റാണ് കേട്ടോ ഇത്. ചിക്ബക്കിൻ്റെ നെക്സ്റ്റ് ഷോപ്പ് ഉടൻ ഇനാഗുറേഷൻ ഉണ്ടാവും ഈ ഒരു മാസം തന്നെ. അത് വരുന്നത് ISMR അജ്വാദിലാണ് കേട്ടോ. ഞങ്ങൾ സൂപ്പറിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും ഈ ഒരു ലൊക്കേഷൻ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയ സമയത്ത് ഇവിടെ കുറച്ച് ആളുകൾ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരത് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ചിക്ബക്ക് ബ്രോസ്റ്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ തന്നെ ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രോസ്റ്റാണ് കേട്ടോ ഒരു ചിക്ബക്ക്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. നാട്ടിൽ പുത്തനത്താണി, വേങ്ങര, മലപ്പുറം, കാടപ്പടി, പരപ്പനങ്ങാടി എന്നിവിടങ്ങളിലൊക്കെ ഇവരെ ബ്രാഞ്ചുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓർഡറൊക്കെ ചെയ്ത് കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നമ്മൾ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നോർമലും ബാക്കിയുള്ളത് സ്പൈസിയാണ് കേട്ടോ. സ്പൈസി കുഴപ്പമൊന്നുമില്ല. ഞാൻ നാട്ടിൽ നിന്ന് ഇതുവരെ നോർമലാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് സ്പൈസി ട്രൈ ചെയ്തത്. പേഴ്സണലി എനിക്ക് സ്പൈസി ഒത്തിരി ഇഷ്ടമായി. അതിനുശേഷം പിന്നെ നമ്മൾ സ്പൈസി തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതും. അങ്ങനെ ഇതിൻ്റെ ഓവറായിട്ട് സ്പൈസി അല്ല, നല്ലോണമല്ല, ഒരു പാകത്തെ സ്പൈസി. പിന്നെ അതിൻ്റെ ക്രിസ്പിനെസ്സും അതിൻ്റെ സോഫ്റ്റും എല്ലാം കൂടി തോന്നിപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു ഐറ്റം. ജിദ്ദയിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. ഞങ്ങളവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് എത്രയും പെട്ടെന്ന് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എത്രയും നേരത്തെ എത്തുന്നു അത് നമ്മൾ സുബീൻ്റെ ഒരു സമയത്ത് അവിടെ എത്തണം എന്നാണ് നമ്മൾ പ്ലാനിങ്ങിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഓരോരോ സിറ്റുവേഷൻ, നമ്മൾ ഫുഡ് കഴിക്കുന്നതിടയിൽ കൂടെ
സന്നക്ക് ഭയങ്കര ഒരു വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടായി. വൊമിറ്റ് ചെയ്തു. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ രാവിലെ ചക്ക എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ അവൾ ഷോപ്പിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഒരു വയറുവേദന, അസ്വസ്ഥത ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളൊരു മയക്കം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതൊക്കെ കൂടി ലാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്ന ഇടയിൽ കൂടെ അങ്ങ് വൊമിറ്റ് ചെയ്തു നല്ലോണം. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ആ പറഞ്ഞ ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. എന്നാലും പിന്നെ കുട്ടിക്ക് പിന്നെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വൊമിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ആളൊക്കെ ആകുന്നു ഓക്കെ ആയി വന്നു. പിന്നെ നമുക്ക് തന്നെ ഒരു സമാധാനമായി. യാത്ര ചെയ്യാനൊന്നും പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ സ്ഥലത്തും കാര്യം മദീനത്തേക്കുള്ള ഒരു വൈബ് നമുക്ക് കിട്ടി തുടങ്ങി കേട്ടോ. ഒരു പ്രത്യേക ഒരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇഷ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇഷാക്ക് നിസ്കരിക്കാൻ ഒരു പള്ളിയിൽ കയറി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ തൊട്ടടുത്ത് വരെ നമ്മൾ മദീനത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് നമ്മൾ പോകുന്നത് കുബയിലേക്കാണ്. അപ്പോൾ ഈ ഒരു സമയം സുബിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സുബി കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ജമാഅത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുബയിലെത്തിയപ്പോൾ. അപ്പോൾ കുബൈ പള്ളിക്ക് നിന്ന് സുബഹിക്ക് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല വെളിച്ചം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇതുവരെ വന്നിട്ട് കുബൈയിൽ ഇങ്ങനെ ഒരു പകലിൽ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് രാത്രി കയറി വൈബ് ഈ ഒരു ടൈമിലാണ്. അതായത് എല്ലാം വെളിച്ചം വെക്കാത്തയും എന്നാൽ വെളിച്ചം പോവാത്ത ആ ഒരു ടൈം ഉണ്ടാവില്ല, പുലർച്ചെ ടൈം. നല്ല രസമായിരുന്നു കേട്ടോ. ചെറിയൊരു തണുപ്പും നല്ലൊരു വൈബ് തന്നെയായിരുന്നു ഈ ഒരു സമയം കേട്ടോ. ഞങ്ങളിങ്ങനെ ഒരു സംഭവം നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്താ വെച്ചാൽ ഒരു കിണർ ഒരു ടൈല് വെച്ചിട്ട് അടിച്ചിട്ടുണ്ട്. ആ ഒരു കിണർ അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിണറാണ്, അത് ടൈലൊക്കെ വെച്ച് അടിച്ചും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കാണാൻ വേണ്ടി നമ്മൾ കുറേയൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ ആ ഭാഗത്തൊന്നും കണ്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ തിരിച്ചു പോരാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. റൂമിൽ നിന്ന് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് ഹറമക്ക് പോകാമെന്നാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. നമുക്ക് കിട്ടിയിട്ടുള്ള റൂം കഴിഞ്ഞ പ്രാവശ്യം നിന്ന് അതേ റൂമാണ് കേട്ടോ. അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ റൂമുള്ളത്. അതായത് ഒരു 7 ഞങ്ങൾ 7 ആളുകളുണ്ടല്ലോ, 7 ആൾക്കാർക്കുള്ള ബെഡ് സ്പേസ് ഒക്കെ ഉള്ള റൂമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വന്ന പാടന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പൊറോട്ട, അതിൻ്റെ കൂടെ തന്നെ ഉപ്പുമാവ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കടലക്കറിയാണ് ഉണ്ടായിരുന്നത്, ഗ്രീൻ പീസ് കറി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഹറമക്ക് പോവാണ്. أشهد أن محمدا رسول الله. അങ്ങനെ ലോഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഈ സമയം സന്ന കൂടെ ഉള്ളതുകൊണ്ട് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ലോണം മിഠായി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും കേട്ടോ. അവൾക്ക് ബിസ്ക്കറ്റും പിന്നെ ഒരു അങ്ങനത്തെ കുക്കീസ് ഐറ്റംസൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇശാ നിസ്കാരത്തിൻ്റെ ഒരു സമയമായിട്ടുണ്ട്. നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ ജമാഅത്തായിട്ട് കൂടിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ റൗദിക്ക് കയറുന്ന ഒരു സമയം, ഈ സമയത്ത് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പലരും അറമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുമോ, നമുക്കിതുവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മദീനത്ത് പോയ സമയത്ത് റൗലയിൽ കയറിയിട്ടില്ല, മോള് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമുക്കും വേറെ ടെൻഷൻ ഉണ്ടായിരുന്നു കിട്ടുമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്ന സമയം 8:53 ആ ഒരു സമയമായിരുന്നു. അങ്ങനെ ജമാഅത്ത് കൂടാൻ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, റൗലയിൽ നിന്ന് നിസ്കരിക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ പാടെ തന്നെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നത് കണ്ടിരുന്നു കേട്ടോ. ആ ഭാഗത്തേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു, അപ്പോഴേക്കും അവിടെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ക്യൂവിലൊക്കെ നിന്ന് നമ്മൾ QR കോഡ് ഉണ്ടാവും, അത് കാണിച്ചു കൊടുത്തിട്ട് സ്കാൻ ചെയ്തതിന് ശേഷം വേറൊരു ക്യൂവിൽ നമ്മൾ ലൈനിൽ നിന്ന് നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെ അവിടെ ഒരു ചെക്കിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റൗലിയിലോട്ട് പ്രവേശിക്കുക കേട്ടോ. റൗലിയിലോട്ട് പ്രവേശിക്കുന്ന സമയത്ത് വല്ലാത്തൊരു സുഗന്ധം നമ്മൾ ആകർഷിക്കും കേട്ടോ. ഭയങ്കര ഒരു സ്മെല്ല് ഇങ്ങനെ വരും കേട്ടോ. നമുക്ക് എന്താ പറയുക, ഒരു സ്വർഗ്ഗപ്പൂന്തോപ്പിലേക്ക് പോകുന്ന ഒരു അനുഭൂതി നമുക്ക് നന്നായിട്ടും മനസ്സിലാകും കേട്ടോ. എങ്ങനെ എനിക്ക് വർണ്ണിക്കാമെന്നൊന്നും എനിക്കറിയില്ല. കുറഞ്ഞ ഒരു സമയം, അതായത് 8:50-53 ആ ഒരു സമയം തൊട്ട് എന്നാൽ തന്നെ നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പോഴേക്കും ഒരു 55 കഴിഞ്ഞിട്ടുണ്ടാവും എങ്ങനെയായാലും. ആ ഒരു കുറഞ്ഞ സമയം 9:21 നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ചെക്കൗട്ടിങ്ങിന് ഒരു സമയം. 9:20 ആയപ്പോഴേക്കും അവിടെ നിന്ന് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, വേറെ ഗ്രൂപ്പ് വരാണ്ട് പറഞ്ഞാൽ നമ്മളിങ്ങനെ പുറത്തേക്ക് ആട്ടി വിടാൻ കേട്ടോ. ഇത്രയും സമയം അവിടെ അത് 2 റക്അത്ത് നിസ്കരിക്കാനും പിന്നെ ഫർദ് നിസ്കാരം ഇശാ ഒക്കെ നിസ്കരിക്കലും നമ്മൾ ദുആയും ഒക്കെ കഴിഞ്ഞിട്ടും സമയം തികയാത്ത പോലെ നമുക്ക് തോന്നി കേട്ടോ. ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് ചെയ്യാനും ഒക്കെ പറ്റി. കറക്റ്റ് ആ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മൾ അവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോരുകയാണ് കേട്ടോ. പോരാൻ തോന്നുന്നേ ഇല്ല, എത്രയും സമയം കിട്ടും എത്രയും നമ്മൾ അവിടെ ഇരിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു നമ്മളുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്കൊന്നും ചാൻസ് കിട്ടുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ അല്ലേ. ഇനിയും പഠിച്ച റബ്ബ് നമുക്ക് അതിനത് തരട്ടെ. ഇനിയും അവിടെ കൂടാനും റൗലിയിലൊക്കെ കൂടാനും കാണാനും പോകാനും ഒക്കെ ചെയ്യാൻ ഇനി നമുക്ക് സാധിക്കട്ടെ. വർഷത്തിലൊരു പ്രാവശ്യമല്ലേ നമുക്ക് അതിന് പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്ന അതേ ഗേറ്റും അതേ ഏരിയ ഒക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാതെ അങ്ങോട്ട് സ്ഥലം മാറിപ്പോവേ അങ്ങനത്തെ വഴി മാറി ആൾ കാണാതെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. കാരണം അല്ലെങ്കിൽ എനിക്കൊരു ടെൻഷനാണ്, ആരെങ്കിലും നമ്മളെ കാണാതാവോ, ആളുകളുടെ ഇടയിൽ കാണാതെ നോക്കുന്ന അത്രയും തിരക്കാണ് അവിടെ. ഈ ഒരു പെരുന്നാളാകുമ്പോൾ പ്രത്യേകിച്ചാണല്ലോ. അങ്ങനെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു പോരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ റൂമിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടക്കും അങ്ങനെയൊക്കെ ആയിട്ട്. ഇത് സുബീൻ്റെ ഒരു സമയമാണ് കേട്ടോ. സുബീക്ക് നമ്മൾ പള്ളിയിൽ പോയതും കുട്ടികളൊക്കെ അവിടെ റൂമിലാക്കിയിട്ടാണ് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയം അവർ ഫ്രഷായി വരണമെന്ന് ഇത്ര ടൈം എടുക്കും. പിന്നെ അവർ വെയിറ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് അവർ റൂമിലാക്കിയിട്ട് നമ്മൾ ഹറമിക്ക് പോകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിയിൽ നമുക്ക് നല്ല സൺറൈസ് കാണാൻ പറ്റിയിട്ട് നല്ലൊരു അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിൽ പോയിട്ട് ഫ്രഷായി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട്. മദീനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാൻ പ്ലാനിങ്ങിലൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. എത്രയും പെട്ടെന്ന് നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.